വെൽക്കം ടു അലാമി കിച്ചൻ. ഇത് നമുക്ക് കോഴി നിറച്ചത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി ഒരു മുഴുവനായിട്ടുള്ളൊരു കോഴി എടുക്കണം. അത് നന്നായിട്ട് വരഞ്ഞിട്ട് വെക്കാം. പിന്നെ അതിൽ മസാല ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5 പിരിയമുളകാണ്, പിന്നെ 5 സാധാരണ റെഡ് ചില്ലി, പിന്നെ കുറച്ച് പുതിന ഇല, ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ടിൻ്റെ പീസ്, ഒരു ചെറുനാരങ്ങ, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് ഇതുപോലത്തെ വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഉള്ളി, 2 പച്ചമുളക്, ചെറിയൊരു തക്കാളി, ഒരു കാപ്സിക്കത്തിൻ്റെ പകുതി, പിന്നെ കുറച്ച് മല്ലിയില. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പേസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുളക് നമ്മൾ ഇതുപോലത്തെ മുഴുവനായിട്ടുള്ള മുളകില്ലെങ്കിൽ പൊടി എടുത്താലും മതി. കാശ്മീരി മുളകും നല്ല സ്പൈസി ആകാൻ വേണ്ടിയിട്ടാണ്, റെഡ് ചില്ലിയും കൂടി മിക്സ് ആക്കിയിട്ടാണ് എടുക്കേണ്ടത്. ഇനി സ്പൈസി കുറക്കണമെങ്കിൽ കാശ്മീരി മുളക് മാത്രം എടുത്താൽ മതി. പിന്നെ ബീട്രൂട്ട് ചേർക്കുന്നത് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബീട്രൂട്ട് ചേർക്കുന്നത്. അപ്പോൾ പക്ഷേ നമ്മൾ കുക്ക് ചെയ്ത് വരുന്ന സമയത്ത് കളറില്ല, നമുക്ക് പേസ്റ്റാക്കി എടുക്കുന്ന സമയത്ത് നല്ല കളർ കിട്ടി. പക്ഷേ കുക്കായിട്ട് വരുന്ന സമയത്ത് ആ കളറൊന്നും കിട്ടിയിട്ടില്ല. അപ്പം വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. പിന്നെ ഇതിലേക്ക് ലൈം ജ്യൂസ് ഒഴിക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ടിട്ടാണ് പേസ്റ്റാക്കി എടുക്കേണ്ടത്. ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടാണ് നമ്മൾ ആ മിക്സ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ വെള്ളം ചേർക്കേണ്ട, അതിൻ്റെ എല്ലാം വെള്ളത്തിൻ്റെ ആ ഒരു നനവിൽ തന്നെ നന്നായിട്ട് പേസ്റ്റായി കിട്ടും. അപ്പോൾ നല്ലപോലെ പേസ്റ്റാക്കിയതിന് ശേഷം നമുക്ക് ചിക്കനിൽ ഉൾഭാഗത്തും പുറത്തും എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. പിന്നെ കൈയും കാലും നന്നായിട്ട് അടങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് കൈൻ്റെ ഭാഗത്ത് ടൂത്ത് പിക്കാണ് വെച്ച് കൊടുക്കുന്നത്. കാല് അടങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് കാലിൻ്റെ നമ്മൾ ആ തൊടൻ്റെ സൈഡിൽ ചെറിയൊരു സ്കിൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ചെറിയൊരു ഹോൾസ് ഇട്ടിട്ട് 2 ഭാഗം ഓപ്പോസിറ്റായിട്ട്, ഇപ്പുറത്തെ കാല് അപ്പുറത്തെ സ്കിന്നിലും ഇപ്പുറത്തത് അപ്പുറം, അങ്ങനെ ഓപ്പോസിറ്റായിട്ട് വേണം നമ്മൾ ആ ഹോൾസിലിട്ട് കൊടുത്താൽ അത് നല്ല ലോക്കായിട്ട് അവിടെ കിടക്കും. പക്ഷെ നമ്മളിത് നിറച്ചിട്ടുമില്ല, അതുപോലെ തന്നെ നമ്മൾ സ്റ്റീം ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കാലങ്ങനെ വെച്ച് കൊടുക്കണമെന്നില്ല. നമ്മൾ കോഴി നിറച്ചതിന് ശേഷം ഫ്രൈ ചെയ്യുന്ന അങ്ങനെയൊക്കെ ആണെങ്കിലാണ് ഈ ഒരു പ്രോസസ്സ് അതുപോലെ കാല് ലോക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ കുഴപ്പമില്ല. നന്നായിട്ട് മസാല പിടിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു അരമണിക്കൂറെങ്കിലും മിനിമം വെക്കണം. ഇനി നമ്മൾ ചിക്കൻ സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി പാത്രം എടുക്കുക. അതിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇപ്പം പേസ്റ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ആ മസാലകളെല്ലാം, ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം, നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഈ വെള്ളത്തിലും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വലിയ ജീരകം, ചെറിയ ജീരകം, മസാലപ്പൊടി, ഇത്രയും പൊടികളും കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ടാണ് സ്റ്റീം ചെയ്യേണ്ട വെള്ളം റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ ഇത് സ്റ്റീം ചെയ്തിട്ട് കിട്ടുന്ന ഈ ഒരു സ്റ്റോക്ക് വാട്ടറിലാണ് നമ്മൾ ലാസ്റ്റ് റൈസ് റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ഇതുപോലെ കമഴ്ത്തിയിട്ട് തന്നെ വെച്ച് കൊടുക്കണം. ഇതുപോലെ നമ്മൾ ചിക്കൻ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ മണം തന്നെ നല്ല മണമായിരിക്കും. പിന്നെ അതുകൂടാണ്ട് ഉള്ളെല്ലാം നന്നായിട്ട് വെന്ത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് കുറച്ച് വലിയ ചിക്കനാണ് കിട്ടിയത്. അപ്പോൾ ഇത്ര വലിയ ചിക്കൻ എടുക്കണ്ട, അല്ലെങ്കിൽ ഒരു 10-25 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ അതിൻ്റെ പാർട്സെല്ലാം നമ്മൾ ആ ഒരു ബാക്കി വന്ന മസാലയിലെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ സ്റ്റോക്ക് എടുക്കണം. അതിലിട്ട മസാലകളൊന്നും എടുക്കണ്ട, അതിൻ്റെ വെള്ളം മാത്രം അരിച്ചിട്ട് എടുക്കുക. ഒരു അരിപ്പക്കയിലെടുത്തിട്ട് കോരി മാറ്റിയാൽ മതി. അധികം ക്ലിയർ ആണെന്നൊന്നുമില്ല, നമ്മൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം എടുക്കുന്നത്. ഈ ഒരു വാട്ടറിന് നല്ല ടേസ്റ്റാണ്. ചിക്കൻ്റെ സ്റ്റോക്കെല്ലാം ഇറങ്ങി ആ വെജിറ്റബിൾസിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി മിക്സായിട്ട് നല്ല ടേസ്റ്റുള്ള സ്റ്റോക്ക് വാട്ടറാണിത്.
ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പിൽ വെക്കാം. അതിലേക്ക് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിലാണ് ചേർത്തത്. ഗീ വേണമെങ്കിൽ ഗീ ചേർക്കാം, ബട്ടർ ആണെങ്കിൽ ബട്ടർ അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടാകുമ്പോൾ സ്പൈസസ് ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഒരു 2 ലെമൺ കൂടി ചേർക്കുന്നുണ്ട്, ഡ്രൈ ലെമൺ. അതും കൂടി ഒന്ന് എണ്ണയിൽ സോട്ടായതിന് ശേഷം ഇതിൽ ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് വഴറ്റി കൊടുക്കണം. അതിനുശേഷം കുറച്ച് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ 2 മാഗിൻ്റെ ചിക്കൻ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ള ആ സ്റ്റോക്ക് വാട്ടർ ഒഴിച്ച് കൊടുക്കാം. അരിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം അളവിനനുസരിച്ചിട്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിൻ്റെ സെല്ലാ റൈസാണ്. 1 കപ്പ് അരിക്ക് 1.5 കപ്പാണ് വെള്ളം. ഈ ഒരു അരിക്കൊരു 1 കപ്പ് വെള്ളം ഞാൻ ടോട്ടലി കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരി നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വെള്ളത്തിൽ 1 മണിക്കൂറെങ്കിലും ഇട്ട് വെച്ചതിന് ശേഷമാണ് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ വെള്ളമെല്ലാം അരിപ്പയിലിട്ട് കളഞ്ഞിട്ട് നമ്മൾ തിളക്കുന്ന ഈ ഒരു വെള്ളത്തിലിട്ടിട്ട് ചോറ് റെഡിയാക്കി എടുക്കാം. അപ്പം ഇത് വറ്റിച്ചെടുക്കുക ചെയ്യേണ്ടത്. ആ ഒരു സമയത്തിന് നമുക്ക് ചിക്കൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം റെഡിയാക്കി എടുക്കാം. അതിന് മുട്ട വേണം. അപ്പോൾ മുട്ട ബോയിൽ ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് എണ്ണയിൽ കുറച്ച് ഉപ്പും മുളകും ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുട്ട ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് മുളക് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ മുട്ട പൊരിച്ചെടുക്കാൻ. അപ്പോൾ എണ്ണ കുറച്ച് കൂടിയാൽ അതിൽ മസാല പിടിക്കില്ല. ഞാനിപ്പോൾ ഈ ഒരു എണ്ണയിൽ തന്നെയാണ് ഉള്ളി വാട്ടിയെടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് കൂടുതലാണ് എണ്ണ ഒഴിച്ച് കൊടുത്തത്. ആ എണ്ണയിൽ തന്നെ ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം. ഉള്ളി നന്നായിട്ട് വാടിയാൽ അതിൽ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഇളക്കിയെടുക്കാം. ഇതിൽ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പം എൻ്റെ അടുത്ത് അണ്ടിപ്പരിപ്പ് ഉണ്ടായിട്ടില്ല, ഞാൻ കുറച്ച് കിസ്മിസ് ഉള്ളത് ചേർത്തിട്ടുണ്ട്. പിന്നെ ബദാമും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ചോറ് ഇപ്പുറത്തെ അടുപ്പിൽ തിളച്ച് ഏകദേശം വറ്റി വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് തീ കുറച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ഇനി വേണ്ടത് ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാൻ വേണ്ടി വെക്കണം. ആ സമയത്താണ് ചിക്കനിലുള്ള നമ്മൾ വേറൊരു മസാല കൂടി ചിക്കനിൽ കൊടുക്കുന്നുണ്ട്. അതിലൊന്നുമില്ല, ഒരു മുട്ട ചേർക്കണം, പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് കോൺഫ്ലോറും കൂടി മിക്സ് ചെയ്തിട്ട് ചിക്കനിൽ പുരട്ടിയിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ചിക്കൻ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. ആ മുട്ടൻ്റെ എല്ലാം ടേസ്റ്റ് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇത് വേണമെങ്കിൽ നമുക്കൊരു ബ്രഷ് വെച്ചിട്ട് എല്ലാ സ്ഥലത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് എടുത്തതിന് ശേഷം ഇതുപോലെ എണ്ണ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുത്തനെ വെച്ച് കൊടുക്കണം. കാരണം ചിക്കൻ്റെ ഉള്ളിലെല്ലാം എണ്ണ കയറിയിട്ടുണ്ടാവും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. ഇനി അതൊന്ന് ചൂട് മാറിയതിന് ശേഷം ഇതിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉള്ളി മസാലയും മുട്ടയും കൂടി ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് വേണം നമ്മളിത് സ്റ്റഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ തലശ്ശേരി പുതിയാപ്പിള സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ നിറച്ചത് റെഡിയായി. നമ്മൾ നന്നായിട്ട് എണ്ണയെല്ലാം ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് ഉള്ളെല്ലാം നന്നായിട്ട് ആദ്യം സ്റ്റീം ചെയ്യുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. ഫ്രൈയും കൂടി ആകുമ്പോൾ ഉൾഭാഗത്തെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള എന്നാലും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ നിറച്ചതാണ്. അതുപോലെ നമ്മൾ സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ള ആ വാട്ടറിൽ തന്നെയാണ് നമ്മൾ റൈസ് റെഡിയാക്കുന്നത്. റൈസിന് നമ്മൾ ഓവർ മസാല ഒന്നും കൊടുക്കുന്നില്ല, എന്നാലും നല്ല ടേസ്റ്റ് നല്ല ഫ്ലേവറുള്ള റൈസാണ്.
ഈ ചിക്കൻ നിറച്ചതിൻ്റെ ആ മസാലയും ചിക്കനെല്ലാം കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. പാർട്ടിക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൈഡിലെല്ലാം നമുക്ക് ഇഷ്ടമുള്ള പോലെ ഗാർണിഷ് ചെയ്യാം. ഞാനിവിടെ കുക്കുംബറും കക്കിരി വെച്ചിട്ട് റൗണ്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട നടുക്ക് കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. മസാലയിൽ തന്നെ കുറച്ച് ബദാമെല്ലാം എടുത്തിട്ട് നമുക്ക് അതിൽ ചോറിലിട്ട് കൊടുക്കാം. ചോറിൻ്റെ കൂടെ അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. മന്തി നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ ചിക്കൻ എല്ലാം മന്തിക്ക് വേണ്ടുന്ന മസാലയെല്ലാം പുരട്ടിയിട്ട് ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കുക. എന്നിട്ട് ആ വെള്ളത്തിൽ തന്നെ മന്തി റൈസും കൂടി റെഡിയാക്കി എടുക്കുക. അപ്പം നമ്മൾ സാധാരണ നല്ല ടേസ്റ്റുള്ള മന്തി നമുക്ക് കിട്ടും. പിന്നെ ലാസ്റ്റ് ചിക്കൻ എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്മോക്കി ടേസ്റ്റും കൂടി കൊടുത്താൽ നല്ല ഫ്ലേവറുള്ള മന്തി റെഡിയാക്കാം. നല്ല സോഫ്റ്റാണ്. നമ്മളിത് തൊടുമ്പം തന്നെ നമ്മുടെ കയ്യിലിങ്ങനെ പറഞ്ഞു വരും. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ അലാമി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ തലശ്ശേരി പുതിയാപ്ല സ്പെഷ്യൽ ചിക്കൻ നിറച്ചത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.